കാസർഗോഡ് ജില്ലയിലെ പോലീസ് സേനയിലെ നിലവിലെ സംഖ്യാബലവും സൗകര്യങ്ങളും ആ ജില്ലയിൽ നിലനിൽക്കുന്ന ചില സംഘർഷ സാഹചര്യങ്ങളെ നേരിടുന്നതിന് അപര്യാപ്തമാണ് എന്ന് മനസ്സിലാക്കി അത് മെച്ചപ്പെടുത്താൻ തീരുമാനിച്ചു. കലാപങ്ങൾ ഉൾപ്പെടെയുള്ള ഏത് അടിയന്തര സാഹചര്യത്തെയും ഫലപ്രദമായി നേരിടുന്നതിന് ഒരു മൊബൈൽ പോലീസ് സംവിധാനം ഏർപ്പെടുത്തുന്നതുൾപ്പെടെ ഒരു സ്പെഷ്യൽ പാക്കേജ് ഇന്നത്തെ ക്യാബിനറ്റ് അംഗീകരിച്ചു. മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇതിന് ഉപോത്ബലകമായി കണ്ടത്. ഒന്ന്, സേനയിലെ സംഖ്യാബലം വർദ്ധിപ്പിക്കുക. ഉപകരണങ്ങളും മറ്റ് സംവിധാനങ്ങളും ഏർപ്പെടുത്തണം. കെട്ടിടങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും വർദ്ധിപ്പിക്കുക. കാസർഗോഡ് ജില്ലയ്ക്കുള്ള ഒരു പ്രത്യേകത, അവിടെ എന്തെങ്കിലും ഒരു സംഘർഷ സാഹചര്യം ഉണ്ടായാലും കണ്ണൂരിൽ നിന്ന് വേണം അവിടെ പോലീസ് മൊബിലൈസേഷൻ നടത്താൻ. കർണാടകയുടെ ബോർഡർ ആയതുകൊണ്ട് നമുക്ക് മറ്റു മാർഗങ്ങളൊന്നുമില്ല. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഈ സംഭവം ഉണ്ടായി പല മണിക്കൂറുകൾ കഴിഞ്ഞതിന് ശേഷം മാത്രമേ പോലീസിൻ്റെ ഒരു യഥാർത്ഥ പ്രസൻസ് അവിടെ ഉണ്ടാവും. ആ സാഹചര്യം ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ, സിവിൽ പോലീസ് ഓഫീസർ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരടക്കം 175 പുതിയ പോസ്റ്റുകൾ ഇന്നത്തെ ക്യാബിനറ്റ് അനുവദിച്ചിട്ടുണ്ട്. പോലീസുകാർക്ക് ഉപയോഗിക്കാൻ വേണ്ടി 200 പുതിയ സിം കാർഡുകൾ കൂടി കൊടുക്കാൻ തീരുമാനിച്ചു.